ജനറലി പ്രോക്സി ഫയർവാൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രോക്സി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ബേസിക്കലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് നമുക്ക് യൂസേഴ്സിന്റെ ഇന്റർനെറ്റ് നമുക്ക് സ്പെസിഫിക്കലി കൺട്രോൾ ചെയ്യണം. ആർക്കും ഒരു ഡയറക്റ്റ് നെറ്റ്വർക്ക് ത്രൂ ഒരു ഇന്റർനെറ്റ് ആക്സസ് കൊടുക്കണ്ട. അതിന് പകരം ഒരു പ്രോക്സി ഉപയോഗിച്ച് ആ പ്രോക്സി വഴി നെറ്റ്വർക്ക് ആക്സസ് കൊടുക്കണം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോക്സി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ യൂസേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇന്റർനെറ്റ് പോലെ നമ്മൾ ഡയറക്റ്റ് നെറ്റ്വർക്ക് കണക്ട് ആവുന്നു, അവർക്ക് ഡയറക്റ്റ് ഇന്റർനെറ്റ് കിട്ടുന്നു, അങ്ങനെ ഒരു സംഭവമില്ല. അതിന് പകരം ഈ ഒരു ബ്രൗസറിലൊക്കെ ഒരു പ്രോക്സി കോൺഫിഗർ ചെയ്യണം, അല്ലെങ്കിൽ OS പ്രോക്സി കോൺഫിഗർ ചെയ്തിട്ട് ആ പ്രോക്സിയിൽ ഒതന്റിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ. അപ്പോൾ ഇതൊരു ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു പ്രോക്സി സെറ്റപ്പിന് വേണ്ട. ആ ഒരു ഫയർവാളിന്റെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്രാഫിക്കിന്റെ HTTP, HTTPS, FTP, SMTP ഇങ്ങനെയൊക്കെയുള്ള ട്രാഫിക്കുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു പ്രോക്സി സെറ്റപ്പ് ചെയ്താൽ മതി. അപ്പം പ്രോക്സി ഒരു ഫയർവാൾ സെറ്റപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ ചീപ്പായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പ്രോക്സി. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ പ്രോക്സി യൂസ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ സ്ക്യൂട്ട് പ്രോക്സി, അത് നമുക്ക് സിമ്പിളായിട്ട് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ എന്റർപ്രൈസ് ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ കോട്ടിന്റെ പ്രോക്സി ഉണ്ട്. അങ്ങനെ എന്റർപ്രൈസ് ലെവലിലുള്ള പ്രോക്സീസും ഉണ്ട്. പക്ഷേ ബേസിക്കലി ഇതിൻ്റെ അകത്ത് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രൗസർ ത്രൂ ഉള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഈ ഒരു പ്രോക്സി വഴി കയറ്റി വിട്ടിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട പോളിസികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഒരു ലെയർ 7 അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് കംപ്ലീറ്റ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്.